രാവിലെ 6:30 സമയത്തുള്ള വൈറ്റില ഹബ്ബാട്ടോ ഈ കാണുന്നത്. ആളുകൾക്ക് തിരക്ക് കുറവൊന്നുമില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് നിൽക്കുക. ഒരു ചായ വരച്ചിട്ടുണ്ട്, എടുത്ത് കുടിക്കുക, പയ്യെ മുന്നോട്ട് നീങ്ങുക. ഒരു ചായയും ഒരു കേക്കും കഴിച്ചു. ചായ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നോക്കി എത്ര വണ്ടി കിടക്കണതാണ്. നീണ്ട തോർന്ന് അങ്ങ് കിടക്കും കേട്ടോ. KSRTC വന്നിട്ടുണ്ട്. സ്വിഫ്റ്റ് അതിൻ്റെ പുറകെയുണ്ട്. തിരുവനന്തപുരം വണ്ടിയാണ്. തിരുവനന്തപുരം നമ്മളെ മനസ്സിലാക്കാനായിട്ട് അവിടെ കട്ടപ്പന കുമളിയെന്നും പറഞ്ഞ് കൊച്ചിനിലെ ചേട്ടൻ നിന്ന് കൂന്ന് സൗണ്ട് കേൾക്കാം കേട്ടോ. വണ്ടി അവിടെ കിടപ്പുണ്ട്. ഞാൻ കണ്ടായിരുന്നു കൊച്ചിൻ. നമുക്ക് എന്തായാലും വണ്ടി കിടക്കുന്നിടത്തേക്ക് പോവാം. വെറുതെ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ നാടിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും ഒരു ഇളക്കം കേട്ടോ. കട്ടപ്പന കുമളിയെന്നും പറഞ്ഞ് ചേട്ടൻ കിടന്ന് മിണക്കി കിടക്കുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമം. വീട്ടിലേക്കൊന്ന് പോകാനായിട്ടുള്ളൊരു ഇത്. വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇടയ്ക്ക് ഫുഡ് കഴിക്കാറിപ്പം. കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമിട്ടുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ഭായിമാരുടെ റെസ്റ്റോറൻറ്റാണ്. പാരഡൈസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അവിടെ സ്ഥിരം, അതായത് ജോലിക്കാരും ഉടമസ്ഥനും ഭായിമാർ തന്നെയാണ്. നമ്മൾ ഈ വഴിക്കാണ് മുന്നോട്ട് പോകുന്നത്. രാവിലെ 6:30 ആയിട്ടുണ്ട്. ഞാൻ ഓണാക്കി വെച്ചേക്കുവാണ്. കുളിച്ചതേ ഉള്ളൂ. ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ട്രിപ്പ് അടിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ മാറിയും കാണാം. കാട്ടിക്കൊണ്ട് തള്ളിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇപ്പം നിൽക്കുന്നത് വൈപ്പിനിലാണ്. 2 ട്രിപ്പ് എടുത്തു. രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങോട്ടേക്കായിരുന്നു, വൈപ്പിനിലേക്കായിരുന്നു. വൈപ്പിൻ്റെ സൈഡായി കാണുന്നത്. ഈ സൈഡൊക്കെ മുഴുവൻ കാടാട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കായലാണ്. കാടല്ല, ഇത് കായലിൻ്റെ തീരത്തുള്ളൊരു സംഭവം. ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടെയ്നർ ലോറികളുടെ 8 കളിയാട്ടോ. ഈ സൈഡ് ഇങ്ങനെ തീർന്ന് അങ്ങ് വരെ കണ്ടെയ്നർ ലോറീസാണ്. അതിനി അങ്ങ് ഇവിടെ എന്തൊക്കെ കുറച്ച് കെമിക്കൽ ഫാക്ടറീസും കുറച്ച് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് കണ്ടെയ്നർ ലോറികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് ശരിക്കും കണ്ടെയ്നർ ലോറി കാണുമ്പോഴാണ് ചില ഓർമ്മകളൊക്കെ പറ്റുന്നത്. മുമ്പ് നമ്മൾ വണ്ടിയൊന്നും ഇടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടെയ്നർ ലോറി ഇടിച്ചത് നമ്മൾ ആദ്യത്തെ വണ്ടിക്കിട്ട്. അതൊക്കെ ഇപ്പോഴും ഓർമ്മ. ഈ ലോറി കാണുമ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചുറ്റി കിടക്കുവാണ്. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ വന്നത്, ഈ കാണുന്ന ആ ബിൽഡിങ്ങിൽ. അവിടെ കൊണ്ട് ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. രാവിലെ ഇവിടെ നമ്മുടെ വണ്ടി ഈ സൈഡിൽ ഒതുക്കിയിട്ടിട്ടുണ്ട്. നല്ല ലുക്കല്ലേ ഇപ്പോൾ വണ്ടി കാണാൻ. വണ്ടി ഒന്ന് കഴുകോടെ ചെയ്ത് വെച്ചോടെ ലുക്കായേനെ. വണ്ടിയിൽ അത്യാവശ്യം കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് നന്നായിട്ട് ചെളി ആയിട്ടുണ്ട്. അടുത്ത് വരുമ്പോഴാണ് വണ്ടിയുടെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുന്നത്. ഗ്ലാസ്സിലൊക്കെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ഈ സൈഡും അതുപോലെ തന്നെ കേട്ടോ. ഇതിൻ്റെ അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു കാട് പോലത്തെ ഏരിയ. ശരിക്കും ഇത് ഒരു പൊന്തക്കാട് പോലത്തെ സ്ഥലം കേട്ടോ. ആ കിടക്കുന്ന ഫുള്ള് കണ്ടെയ്നർ ലോറീസാണ്. അതിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്നുണ്ട് ഒരു വലിയൊരു പ്ലാന്റാണ് എന്തിൻ്റെയോ. ഇത്രേ നമുക്ക് സൂം ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തോ ഒരു വലിയ പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ടവറും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നത്. ഏകദേശം നല്ല ദൂരമുണ്ട്. 1/2 കിലോമീറ്റർ അകലെ, 1/2 കിലോമീറ്റർ അല്ലെങ്കിലേ ഉള്ളൂ. ഇത്ര അകലെയാണ് ആ സംഭവം. ഇതിൽ നമുക്ക് കുറച്ച് അവിടേക്ക് എന്നിട്ട് ആ കാണുന്ന പ്ലാന്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, റൈറ്റേ ഉള്ള വഴി, ബാക്കിയെല്ലാം പ്ലാന്റുകളാണ്. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അന്ന് കാണിച്ച പുതുവൈപ്പിൻ ബീച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടേക്കല്ല കേട്ടോ. അത് കാണാത്തവർക്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. അത് കാണാത്തവർക്ക് കയറി കാണാവുന്നതാണ്. ഇനി ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ട്രക്കുകൾ കിടക്കുക. മൊത്തം ഈ പറഞ്ഞ നമ്മുടെ ട്രെയിലർ വണ്ടികൾ മാത്രം കിടക്കുന്നത്, കണ്ടെയ്നർ വണ്ടികൾ മാത്രം. രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 9 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. ഒരു മഴ മൂടലാണ്, ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥ ഇന്നും. മഴ പെയ്താൽ മൊത്തം കഞ്ഞിയാവും. നമുക്കെന്തായാലും ഇനിയിപ്പം ഇവിടുന്ന് ഇതുവരെ അങ്ങനെ ട്രിപ്പുകൾ അടിച്ചിട്ടില്ല. ഇങ്ങോട്ടേക്ക് നമുക്ക് ട്രിപ്പുകൾ അടിക്കും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് അടിക്കാറില്ല. നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടുന്ന് ആദ്യം ചെല്ലുന്നത് ഹാർബർ സൈഡിലേക്കാട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞൊരു ഗുണമുണ്ട്. ഹാർബർ സൈഡിൽ നമുക്ക് ചെറായി ആ സൈഡിൽ നിന്നുള്ള ട്രിപ്പുകൾ തന്നെ അടിക്കും. ഇവിടെ ഹാർബറിൻ്റെ ഈ സൈഡിൽ നിന്നാണ് ചെറായിക്ക് തിരിഞ്ഞു പോകുന്നതും ഗോശ്രീക്ക് അതായത് ഹൈക്കോടതി ജംഗ്ഷൻ ആ ഭാഗത്തേക്ക് പോകുന്നതൊക്കെ.
അപ്പോൾ ഹാർബറുണ്ട് അവിടെ. രാവിലെ ചെന്ന് നല്ല അടിപൊളി മീനൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. തട്ടയിൽ കിടക്കുന്ന മീൻ അടിപൊളി മീനായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞാൻ മീൻ മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ. നമുക്കതൊന്നും കാണാനുള്ള സാഹചര്യം ഒക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്ന് നോക്കട്ടെ. ട്രിപ്പ് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കില്ല. നമുക്ക് അവിടെ കൊണ്ടുവന്ന വണ്ടിയുടെ അവിടെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. എനിക്ക് അവിടെ നിന്നൊരു ട്രിപ്പ് എടുത്ത വണ്ടി ഞാൻ നമ്മുടെ റെഡിഗോ ഉണ്ടായിരുന്ന സമയത്ത് പോയപ്പോൾ ആണ് ഒരു കണ്ടെയ്നർ ടോളിൽ നിന്ന് റിവേഴ്സ് എടുത്ത് നമ്മുടെ വണ്ടിക്ക് തട്ടുന്നത്. അപ്പം എന്തായാലും അവിടെ പോയിട്ട് ഞാൻ നോക്കട്ടെ. നമുക്ക് ഇപ്പം ഞാൻ വന്നപ്പോൾ കണ്ടു വള്ളക്കാരൊക്കെ വള്ളം അടുപ്പിച്ച് ആളുകളവിടെ നല്ല ലേലമൊക്കെ വിളിക്കുന്ന സമയമാണ്. അപ്പോൾ വന്നപ്പോൾ കണ്ട ആളുകളോട് കൂട്ടം കൂടി നിൽപ്പുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. നമുക്ക് കാണിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. കാണുന്ന മുഴുവൻ മീൻ എടുത്ത് വിൽക്കുന്ന കടകളാട്ടോ. ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ഈ അവിടേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ അതെ, ഈ സൈഡ് ഫുൾ അതെ കേട്ടോ. ഈ സൈഡ് അതുപോലെ ഇവിടെ ഒരു ഹാർബർ ഉള്ളത്. ഞാൻ നേരത്തെ മുമ്പ് ഇവിടെ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ വണ്ടി ഇടാൻ എനിക്കിപ്പോൾ കണ്ടില്ല. ഈ സൈഡ് മുഴുവൻ വണ്ടി ഇടക്കാം. നമുക്ക് വണ്ടി ഇടാൻ ഒറ്റ സ്ഥലമില്ല. എല്ലാവരും നമുക്ക് ഇറങ്ങിപ്പോയായിരുന്നു. ഇവിടെയാണ് ഒരു ഹാർബർ ഉള്ളത്. അതുപോലെ ഈ സൈഡിലൊരു ഹാർബറുണ്ട്. പിന്നെ ഈ കാണുന്ന ജംഗ്ഷൻ കണ്ടോ, ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫെറി ഉണ്ട്, ഫോർട്ട് കൊച്ചിക്ക് പോകാനായിട്ട്. ആ ഫെറി എടുത്ത് നമുക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ കമ്മാലക്കടവ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ കിട്ടും. അത് വള്ളക്കാരയിൽ നിന്ന് പിടിച്ച് കയറി വരുന്നത്. നമുക്ക് അവിടെ നിന്ന് കണ്ട് മീൻ വാങ്ങിക്കാം. സൂപ്പർ മീൻ കിട്ടും. നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ കിട്ടുന്ന കൂട്ട് മീനായിരിക്കില്ല. അതിന് ഫ്രഷ് മീൻ കിട്ടും. എല്ലാ മീനും ഉണ്ട്. ഞണ്ട് അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടും. ഞാൻ ഒരു തവണ അവിടെ പോയതാണ്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ ഇച്ചിരി താമസം. അവിടെ ചെല്ലുവാണെങ്കിൽ ഒരു 6 മണി 6:30ക്ക് ചെല്ലണം. ആ സമയത്ത് വള്ളക്കാർ മുഴുവൻ കയറുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് നല്ല മീൻ കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ തട്ട കിടക്കുന്ന മീനൊക്കെ നല്ല മീനായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അപ്പുറത്ത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. പാലം കയറി വരുമ്പോൾ നമുക്ക് കാണാം. അവിടെ നിന്ന് പിടിച്ച് കയറി വരുന്ന മീനാണ് ഈ കടകൾ ഈ തട്ടയിട്ട് കൊടുക്കുന്നത് മുഴുവൻ. ഇതുവരെ ആ മീനിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്കിവിടെ നിന്ന് മേടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇവിടെയാണ് നമ്മൾ എപ്പോഴൊന്ന് പറഞ്ഞാൽ പോലും നമുക്കിവിടെ മേടിക്കാനില്ല. ആ ആദായക്കട അതിൻ്റെ അപ്പുറത്തേക്ക് മുഴുവൻ ഇതാണ്. പിന്നെ ഈ കാണുന്ന ആ ഒരു ചെറിയ വെട്ടിക്കട കണ്ടോ, ഈ കാണുന്നത് ഒരു വണ്ടിയെ ഡോറ് തുറന്നു വെച്ചിരിക്കുന്നത് ആ പിക്കപ്പിൻ്റെ അവിടെ. ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാം. അവിടുന്ന് ഉള്ള ആ ഇടത്തോട്ട് കിടക്കുന്ന ആ വഴിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാർബറിൻ്റെ ഒരു സൈഡ് കാണാം കേട്ടോ. അത് അവിടെ വള്ളക്കാർ കയറുന്ന ഒരു കായലിൻ്റെ സൈഡാണ്. അത് നല്ല ഭംഗി അവിടെ വന്ന് കാണാനൊക്കെ. ഞാൻ മുമ്പ് ഇവിടെ ജോലി തൊട്ടിരുന്നപ്പോൾ അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാനും എൻ്റെ കൂട്ടുകാരനൊക്കെ കൂടി. ഇതാണ് ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ ഒരു സൈഡ്. എന്തായാലും നമുക്ക് പോകണമെമ്പോൾ ഇവിടെ ഒന്ന് വരാമോ നോക്കാം. നാട്ടിൽ പോകുമ്പോൾ ഒരു ദിവസം നമുക്ക് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റുമോ നോക്കാം. ഞാൻ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഓർത്താണ്. ഇവിടെ ഈ കാണുന്ന ഹോട്ടലുണ്ട്. ഇതൊരു ഹോട്ടലാണ് ഈ കാണുന്നത്, ഈ മുകളിൽ കാണുന്നത്. അവിടുന്ന് എനിക്ക് മുമ്പ് ട്രിപ്പ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കാം. ഇപ്പോൾ ഒരു യാത്ര അടിച്ചു, പക്ഷെ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തുകൊണ്ടിരിക്കില്ലായിരുന്നു, അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇന്ന് തീരെ ഓട്ടം കുറവായിരുന്നു. അതുകൊണ്ട് വണ്ടി കൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ എടപ്പള്ളിയിൽ ഒതുക്കിയിട്ടുണ്ട്. പത്തരിപ്പാലം പോയി, അതുപോലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. പത്തരിപ്പാലത്തേക്ക് ട്രിപ്പ് കിട്ടി, അവിടെ കുറച്ച് നേരം കിടന്നു. പിന്നെ എടപ്പള്ളി വന്നു. എടപ്പള്ളി ഇപ്പോൾ ഞാൻ ഈ സർവീസ് റോഡ് ഒബ്രോൺ മാളിൻ്റെ അടുത്തുകൊണ്ട് ഒതുക്കിയിട്ടേക്ക് പോവാം. ഒബ്രോൺ മാൾ തൊട്ട് പുറകിലുണ്ട്. തീരെ ട്രിപ്പ് കുറവെന്ന് പറഞ്ഞാൽ തീരെ. അതായത് ഇന്നിപ്പോൾ ഞാൻ 6-7 ട്രിപ്പ് എടുത്തു, പക്ഷേ എമൗണ്ട് കുറവാണ്. എന്ന് വെച്ചാൽ എല്ലാം ചെറിയ ചെറിയ ട്രിപ്പുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിറങ്ങിയ നഷ്ടമായി പോയി. ഇനിയിപ്പോൾ എന്നാലും വൈകുന്നേരം ഇനിയിപ്പോൾ രാത്രി വലിയധികം ട്രിപ്പുകളൊന്നും കിട്ടാൻ ഇതില്ല. എന്താ വെച്ചാൽ ഇന്നൊന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച പൊതുവെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ട്രിപ്പുകൾക്കും ചെറിയ എമൗണ്ടുകളായിരുന്നു. നമുക്ക് നല്ല എമൗണ്ടിൻ്റെ ട്രിപ്പുകളൊന്നും കിട്ടിയില്ല. പിന്നെ യാത്രയിൽ 3-4 ട്രിപ്പ് അടിച്ചു. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രിപ്പുകളല്ല. എല്ലാം 250-300 ട്രിപ്പ് കിട്ടിയായിരുന്നു. പക്ഷേ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, കിട്ടുന്നില്ല എടുക്കാൻ. പിന്നെ ഇപ്പോൾ എന്തായാലും എടപ്പള്ളി സർവീസ് റോഡിൽ പോയി ഞാൻ കിടക്കുവാണ്. രാത്രി വലിയ അംഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇല്ല, അങ്ങനെയാണെങ്കിൽ അധികം കിടന്ന് അലച്ചോടുന്നില്ല. നേരെ കിടക്കുന്നു ഉറങ്ങുന്നു. നാളെ ഇച്ചിരി നേരത്തെ എഴുന്നേക്കുള്ള എവിടെയാണ് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം ഈ വണ്ടിയെ തന്നെ ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും ഉറക്കക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. രാത്രിയൊക്കെ 2-3 നാളെ എഴുന്നേക്കും, ചൂടും കൊതുകും ഒക്കെ കാരണം. കൊതുക് അത്ര ഇല്ലെങ്കിൽ പോലും, വണ്ടിക്ക് അത്രയും കൊതുക് ഇല്ലെങ്കിൽ പോലും ചൂട് അന്യായ ചൂടാണ്. അപ്പം AC ഇട്ടിട്ട് വണ്ടി തണുത്തിട്ടാണ് കിടക്കുന്നത്. അത് കഴിയുമ്പം ആ തണുപ്പ് പോയി പയ്യെ ചൂടായി തോന്നുമ്പോൾ പിന്നെ നമ്മൾ ചാടി എഴുന്നേക്കും. അതുപോലെ ചൂടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇനി വൈകുന്നേരം വലിയ അലച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല, നേരെ കിടക്കാൻ ഉള്ള പരിപാടിയേ ഉള്ളൂ. ട്രിപ്പുകളില്ല എന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഉള്ളിലേക്കുള്ള ട്രിപ്പ് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ഒത്തിരി ഉള്ളിലേക്കുള്ള ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തിരിച്ചു വരാൻ. അതുപോലെ എന്നോട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ഊബറിൽ എങ്ങനെയുണ്ട്, മെച്ചമാണോ എന്ന്. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണല്ലോ. ഈ വീഡിയോസ് 2-3 ദിവസത്തെ വീഡിയോ നമ്മൾ ഇതിനെ ചുറ്റിപ്പറ്റി അതുകൊണ്ടാണ് ഇട്ടത്. കാരണം ഒരു ദിവസം നമുക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ അടുപ്പിച്ച് ഒരാഴ്ച ട്രിപ്പുള്ള സമയമുണ്ട്, ചിലപ്പം ആഴ്ച 2 ദിവസം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസമെല്ലാം ഇങ്ങനെ ഈച്ചടിച്ച് എല്ലാ വണ്ടിക്കാരും കിടക്കും. ഇപ്പോൾ ഒരു വണ്ടിക്കാരനെ കണ്ടിട്ട്, വാഗനറുകാരൻ, പുള്ളി 10 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. 10 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ 500 രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ. അപ്പം റെൻറ്റിന് വണ്ടിയൊക്കെ എടുത്ത് വരുന്നവർ അതൊക്കെ ശ്രദ്ധിക്കുക. കാരണം എല്ലാ ദിവസവും റെൻറ്റും കാര്യങ്ങളെല്ലാം പേ ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ മാനേജ് ചെയ്ത് പോകണം. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കൂടുതൽ ഓടിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ആ ആഴ്ച ബാക്കിയുള്ള ദിവസമൊന്നും ഓട്ടോ ഇല്ലെങ്കിൽ നമ്മൾ റെൻ്റ് എല്ലാ ദിവസവും കൊടുക്കണം. നമ്മുടെ ബാക്കിയുള്ള ചിലവും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് പോകണം. അപ്പോൾ അതെല്ലാം നോക്കി കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാനിപ്പം ഇവിടെ വന്നിട്ട് ഒത്തിരി ആയിട്ടില്ലല്ലോ. അപ്പം അതിൻ്റേതായ പരിചയക്കുറവ് എനിക്കുണ്ട്. പിന്നെ നിങ്ങൾ മറ്റുള്ള ആളുകളോട് ചോദിച്ചിട്ട് ഇറങ്ങാവുള്ളൂ. ഇറങ്ങുന്ന സമയം ഓക്കെ ആണോ, അതായത് ഇപ്പോൾ ഇറങ്ങി എങ്ങനെ ഇരിക്കും, ട്രിപ്പുകളുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇപ്പോൾ ഓരോ അക്കൗണ്ടിൻ്റെ ഉണ്ട് കേട്ടോ. ചിലപ്പം അക്കൗണ്ടിൻ്റെയും വണ്ടിയുടെ ഉണ്ട്. ചലാൻ ടൈപ്പ് വണ്ടിക്കൊക്കെ കുറച്ചുകൂടി ട്രിപ്പുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. 4 സീറ്ററിന് അതിനനുസരിച്ചുള്ള ഇതൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങുക. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിലും വാട്സപ്പിലും ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് പേരെങ്കിലും കണ്ടുവേണമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ വണ്ടിയും അതുപോലെ വേറൊരു സെഡാൻ വണ്ടിയുണ്ട് നമുക്ക്, 4 സീറ്ററും സെഡാനും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഓട്ടങ്ങളോ പാക്കേജുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പാക്കേജൊക്കെ നമ്മൾ വേണ്ടത് കൈകാര്യം ചെയ്ത് എമൗണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പം എങ്ങോട്ടേക്കാണേലും അത് വണ്ടി 4 സീറ്റർ ആണെങ്കിലും സെഡാൻ ആണെങ്കിലും നമുക്കുണ്ട്. 4 സീറ്റർ വണ്ടിയാണ് നമുക്കിപ്പോൾ 2 ഉണ്ട്. സെഡാൻ ടൈപ്പ് വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു വണ്ടിയുണ്ട്. അപ്പം ട്രിപ്പുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പേഴ്സണൽ ട്രിപ്പുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് ഞാൻ ചെക്ക് ചെയ്തോളാം. അപ്പോൾ ഇന്ന് അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. നമ്മളിപ്പോൾ പാക്കേജ് ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് പാക്കേജ് നമുക്കൊരു പാക്കേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടി നമ്മൾ പാക്കേജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അന്ന് 5 സ്ഥലത്തേക്കാണ്, മൂന്നാർ, ആലപ്പുഴ അങ്ങനെ കറക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ട്രിപ്പുകളോ അതുപോലുള്ള പേഴ്സണൽ ട്രിപ്പുകളോ പാക്കേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നിനിപ്പോൾ വേറെ ഒന്നുമില്ല. ഇന്നിപ്പം നമ്മൾ ഒതുക്കാനുള്ള പരിപാടിയിലേക്കേ ഉള്ളൂ. ട്രിപ്പുകൾ കിട്ടുവാണെങ്കിൽ എടുക്കും. ഇനിയിപ്പോൾ നൈറ്റല്ലേ, അത്രയും കിട്ടാനുള്ള വകുപ്പില്ല. കിട്ടുവാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ നാളെ എന്തായാലും വെളുപ്പിന് ഇറങ്ങും. കാരണം ഇന്നിപ്പോൾ നേരത്തെ ഒതുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ നേരത്തെ ഇറങ്ങണം. ഒരു 4 മണി ആകുമ്പോൾ എഴുന്നേറ്റ് കുളിയും പരിപാടി എല്ലാം കഴിഞ്ഞ് 4:00 ഇറങ്ങാൻ പാകത്തിനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.